ഹായ് ഡിയർ സ്റ്റുഡൻസ്, कैसे हो? ठीक है ना? സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെടുത്തിരുന്നത്? പിതാ കാ പ്രായശ്ചിത് എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആരുടെ പാഠഭാഗമാണ്? ആരുടെ സംസ്മരണമാണ്, ഓർമ്മക്കുറിപ്പാണ്? അരുൺ ഗാന്ധിയുടെ, അല്ലേ? അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അരുൺ ഗാന്ധി കഹാം രഹതാ താ, എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ദക്ഷിണാഫ്രിക്ക അല്ലേ? അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ ഉള്ളിലൊരു ഭാഗത്തായിരുന്നു ടർബനിൽ നിന്ന് ഏകദേശം 18 മൈൽ ദൂരത്തുള്ള ഒരു ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ആശ്രമം എൻ്റെ പിതാവായ എൻ്റെ ഗ്രാൻഡ് ഫാദറായ മഹാത്മാഗാന്ധി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു. അതിന് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പടവസികളൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യാണ്, പുറത്തു പോകാനുള്ള, സിറ്റിയിലേക്ക് പോകാനുള്ള അന്വേഷണത്തിലായിരുന്നു. ഒരു ദിവസം എന്ത് ചെയ്തു, പിതാവ് എന്നോട് പറഞ്ഞു കാറുമെടുത്ത് സിറ്റിയിൽ പോകണമെന്ന്. അവിടെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് സിറ്റിയിൽ പോകാനുള്ള അവസരം ലഭിക്കുകയും അങ്ങനെ സിറ്റിയിലെത്തുകയും കാർ വാഷിങ്ങിനായിട്ട് സർവീസിങ്ങിനായിട്ട് എന്ത് ചെയ്തു, കൊടുക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. നോക്കൂ, मैम ने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं जड़ से सिनेमा घर में घुस गया. वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കൂ, ഒരു വട്ടം കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं जड़ से सिनेमा घर में घुस गया. वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बजे चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. എന്താ പറയുന്നത്? मैंने पिताजी को मीटिंग की जगह पर छोड़ा. ഞാൻ പിതാവിനെ മീറ്റിംഗിന്റെ ആ സ്ഥലത്ത് എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടുകൊടുത്തു. ഉन्होंने मुझे 5 बजे वहीं आ जाने को कहा. അദ്ദേഹം എന്നോട്, അഥവാ എന്നോട് എന്ന് പറഞ്ഞാൽ അരുൺ ഗാന്ധിയോട് എന്ത് ചെയ്തു, അരുൺ ഗാന്ധിന്റെ പിതാവ് 5 बजे वहीं आ जाने को कहा. 5 മണിക്ക് അവിടെ എത്താൻ വേണ്ടി പറഞ്ഞു. എവിടെയാണോ ഇറക്കി വിട്ടത് അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद, പറഞ്ഞ കാമോം കോ ജോലികളെ ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, നിപ്പട്ടാനെ കെ ബാദ് നിറവേറ്റിയതിന് ശേഷം, അഥവാ പറഞ്ഞ ജോലികളെ പെട്ടെന്ന് നിറവേറ്റിയതിന് ശേഷം മേൻ ജഡ്സെ ഞാൻ പെട്ടെന്ന് സിനിമാഘർ മേ ഘുസ് ഗയ, തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. തിയേറ്ററിൽ പോയി കിട്ടിയ ചാൻസിൽ ഫിലിം കാണാൻ പോവുകയാണ്. വഹാം ജോൺ ബെൻ കി ഏക് ദിൽചസ്പ് ഫിലിം ദേഖ്തേ ദേഖ്തേ, അവിടെ ജോൺ ബെന്നിന്റെ ഒരു മനസ്സിനെ ആകർഷിക്കുന്ന, ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആകർഷിക്കുന്ന ഫിലിം കണ്ടിട്ട് മുझे समय का बिल्कुल ध्यान नहीं रहा, എനിക്ക് സമയം എന്ത് ചെയ്തില്ല, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫിലിം ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. അവർ ജബ് ധ്യാനായ, എപ്പോഴാണോ എൻ്റെ ശ്രദ്ധ വന്നത്, എൻ്റെ ചിന്ത വന്നത്, തബ് തക്ക്
അപ്പോഴേക്കും ഷാം കെ 5:30 ബജെ ചുക്കേതെ. അപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു? വൈകുന്നേരം. ഷാം എന്ന് പറഞ്ഞാൽ ഈവനിങ് 5:30 ബജ് ചുക്കേതെ. 5:30 മണിയായിരുന്നു. 5:30 മണിയായി കഴിഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മ വന്നപ്പോൾ, എൻ്റെ ശ്രദ്ധ വന്നപ്പോഴേക്കും 5:30 മണിയായി കഴിഞ്ഞിരുന്നു. എപ്പോഴാണ് അച്ഛൻ എത്താൻ പറഞ്ഞത്? 5 മണിക്ക് അല്ലേ? എന്നിട്ടോ വഹാം സെ കാർ ലേക്കർ ജബ് മേം പിതാജി കെ പാസ് പഹുഞ്ച. എപ്പോഴാണോ ഞാൻ അവിടെ നിന്ന് വഹാംസെ അവിടെ നിന്ന് കാറുമായിട്ട് ജബ് മേം പിതാജി കെ പാസ് പഹുഞ്ച, എപ്പോഴാണോ ഞാൻ പിതാവിന്റെ അടുത്തെത്തിയത്, തബ് തക് അപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു? ഷാം കെ 6 ബജ് ചുക്കേതെ. അപ്പോഴേക്കും ഈവനിങ് 6 മണി കഴിഞ്ഞിരുന്നു. 6 മണി കഴിഞ്ഞിട്ടാണ് എത്താൻ പറഞ്ഞത്. 1 മണിക്കൂർ ലൈറ്റ് അല്ലേ? പിതാജി ബേസ്ബ്രി സെ മേരാ ഇന്തിസാർ കർ രഹേ ഥേ. പിതാവ് അക്ഷമനായിട്ട് എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്തിസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, പ്രതീക്ഷ കർണ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എഴുതി തന്നിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു? മേംനെ പിതാജിക്കോ മീറ്റിംഗ് കി ജഗ പർ ചോടാത്തോ. ഞാൻ പിതാവിനെ മീറ്റിംഗിന്റെ സ്ഥലത്ത് വിട്ടപ്പോൾ ഉനോനെ മുझे 5 ബജെ വഹീം ആ ജാനെ കോ കഹ. അദ്ദേഹം എന്നോട് 5 മണിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं जड़ से सिनेमाघर में घुस गया. പറഞ്ഞ ജോലികളെ പെട്ടെന്ന് തന്നെ നിറവേറ്റിയ ശേഷം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? സിനിമാഘർ മേ ഘുസ് ഗയ. എന്താ സിനിമാഘർ? തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. വഹാം ജോൺ ബെൻ കി ഏക് ദിൽചസ്പി ഫിലിം ദേഖ്തെ ദേഖ്തെ. അവിടെ ജോൺ ബെന്നിന്റെ ഒരു മനസ്സിനെ ആകർഷിക്കുന്ന ഫിലിം കണ്ടിട്ട് മുझे समय का बिल्कुल ध्यान नहीं रहा. എനിക്ക് സമയത്തെ തികച്ചും എന്ത് ചെയ്തില്ല? ശ്രദ്ധ വന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമയം എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. അവർ ജബ് ധ്യാൻ ആയക്ക്, എപ്പോഴാണോ ശ്രദ്ധ വന്നത്, തബ് തക്ക് അപ്പോഴേക്കും ഷാം കെ 5:30 ബജ് ചുക്കേതെ. വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞിരുന്നു. മേ ജഡ്പട് ഗാരേജ് പഹുഞ്ച. ഞാൻ പെട്ടെന്ന് തന്നെ ഗാരേജിലെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ഗാരേജിലെത്തി. വഹാം സെ കാർ ലേക്കർ. അവിടെ നിന്ന് കാറുമെടുത്ത് മേം പിതാജി കെ പാസ് പഹുഞ്ച. ഞാൻ പിതാവിന്റെ അടുത്തെത്തി. തബ് തക്ക് അപ്പോഴേക്കും ഷാം കെ 6 ബജെ ചുക്കേതെ. വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. പിതാജി ബേസ്ബ്രി സെ മേര ഇന്തിസാർ കർ രഹേ ഥേ. പിതാവ് അക്ഷമനായിട്ട് എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞത് 5 ബജെ ആനേക്ക് അല്ലെ, 5 മണിക്ക് വരാൻ. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ആ സിനിമാഘർ പോയി, പിന്നെ തിയേറ്ററിൽ പോയി. അവിടുന്ന് തിയേറ്ററിൽ ജോൺ ബെന്നിന്റെ ഒരു ഫിലിം കണ്ടു. അങ്ങനെ ശ്രദ്ധ പോയി. അങ്ങനെ ഗാരേജിലെത്തി. ഗാരേജിൽ നിന്ന് ഇവിടെ എത്താൻ എത്ര പിടിച്ചു? 6 മണി കഴിഞ്ഞൊരു 1 മണിക്കൂർ ലേറ്റ് അല്ലേ? അപ്പൊ പിതാവ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. ഉനോനെ ഉത്സുകതാപൂർവക് പൂച്ച, तुम लेट क्यों हुआ? उन्होंने यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां देर हो गई. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഉനോനെ ഉത്സുകതാപൂർവക് പൂച്ച. അദ്ദേഹം ആവേശപൂർവ്വം ചോദിച്ചു. എന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? തും ലേറ്റ് ക്യോം ഹുയേ. നീ എന്തുകൊണ്ടാ ലേറ്റ് ആയത്? അദ്ദേഹം ആവേശത്തോടു കൂടി ചോദിക്കുകയാണ്. എന്തുകൊണ്ടാ നീ ലേറ്റ് ആയത്? ഉനോനെ യഹ് ബതാത്തെ ഹുയേ. അദ്ദേഹത്തോട് ഇത് പറയാൻ മുझे बहुत ശർമായി. എനിക്ക് വളരെ ലജ്ജ തോന്നി. അദ്ദേഹത്തോട് ഇത് പറയാൻ എനിക്ക് വളരെ ലജ്ജ തോന്നി. എന്തെന്നാൽ मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. ഞാൻ ജോൺ ബെന്നിന്റെ ഒരു പശ്ചിമി ഫിലിം, ഒരു ഇംഗ്ലീഷ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ എനിക്ക് എന്ത് ചെയ്തു? ലജ്ജ തോന്നി. ഇസിലിയെ അതുകൊണ്ട് മേനെ കഹദിയാക്കി ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കാർ തയ്യാർ നഹീ ഥി. കാറ് തയ്യാറായിരുന്നില്ല, അഥവാ സർവീസ് കഴിഞ്ഞിരുന്നില്ല. ഇസിലിയെ മുझे വഹാം ദേർ ഹോഗി. അതുകൊണ്ട് അവിടെ ഞാൻ നേരം വൈകിയത്. ഒരു നൂണാണ് കാച്ചു അല്ലേ? ഇസിലിയെ വഹാം ദേരി ഹോഗി. അവിടെ ഞാൻ നേരം വൈകി. അപ്പൊ എന്താണ്? ഉനോനെ ഉത്സുകതാപൂർവക് പൂച്ച. അദ്ദേഹം എന്ത് ചെയ്തു? ആവേശത്തോടു കൂടി ചോദിക്കുകയാണ്. എന്താ പറ്റിയത് എന്നറിയില്ലല്ലോ. അപ്പൊ ആ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്. തും ലേറ്റ് ക്യോം ഹുയേ. നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? അദ്ദേഹം ആകാംക്ഷയോട് കൂടിയിട്ട് എന്താ ചോദിച്ചത്? തും
ലൈറ്റ് ക്യോം ഹുയേ, നീ എന്തുകൊണ്ടാ ലൈറ്റ് ആയത്? ഉനേം യഹ് ബതാത്തെ ഹുയെ മുझे बहुत ശർമായി കി, എനിക്ക് അദ്ദേഹത്തോട് ഇത് പറയാൻ വളരെയധികം ശർമായി, ലജ്ജ തോന്നി. എന്താണ് പറയാൻ ലജ്ജ തോന്നിയത്? मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, ഞാൻ ജോൺ ബെന്നിന്റെ ഒരു പശ്ചിമി ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പിന്നെ ഇംഗ്ലീഷ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നി. इसलिए मैंने कह दिया कि, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കാർ തയ്യാർ നഹി थी, കാർ എന്തായിരുന്നില്ല, തയ്യാറായിരുന്നില്ല. इसलिए मुझे वहां देर हो गई, അതുകൊണ്ട് അവിടെയാണ് എനിക്ക് നേരം വൈകിയത്. എന്ന് പറഞ്ഞാൽ കാറ് സർവീസിങ്ങിലിട്ടായിരുന്നു, സർവീസ് കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അവിടെ നേരം വൈകിയതാണെന്ന് പറഞ്ഞു അല്ലേ. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह मैंने तुम्हें बड़ा किया है उसमें मुझे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. അപ്പൊ എന്താ പറയുന്നു നോക്കൂ. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. എന്താ പറയുന്നത്? मुझे इस बात का कोई अंदाजा नहीं था, എനിക്ക് ഈ കാര്യം ഞാൻ തീരെ എന്ത് ചെയ്തില്ല, ഊഹിച്ചില്ല. അന്താസ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. ഞാൻ ഈ കാര്യം എന്ത് ചെയ്തില്ല, ഊഹിച്ചില്ല. എന്ത് കി എന്തെന്നാൽ പിതാജി, പിതാവ്, പെഹലെ ഹി മുമ്പ് തന്നെ, ഗാരേജ് കോ ഫോൺ കർ ചുക്കേതെ, ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന കാര്യം ഞാൻ എന്ത് ചെയ്തില്ല, ഊഹിച്ചില്ല. ഒരു നുണാണ്ട് കാച്ചു, പക്ഷേ പിടിക്കപ്പെട്ടു. അപ്പൊ അതാണ് പറയുന്നത്, മുझे इस बात का कोई अंदाजा नहीं था कि, എനിക്ക് ഈ കാര്യം ഞാൻ എന്ത് ചെയ്തില്ല, തീരെ അങ്ങോട്ട് ഊഹിച്ചില്ല. ഏത് കാര്യം? പിതാജി പെഹലെ ഹി, പിതാവ് ആദ്യം തന്നെ ഗാരേജ് കോ ഫോൺ കർ ചുക്കേത്, ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന കാര്യം ഞാൻ എന്ത് ചെയ്തില്ല, ഊഹിച്ചില്ല. പിന്നെ അസലിയത്ത് കോ വാക്കിഫ്, അസലിയത്ത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന കാര്യവും ഞാൻ എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. അസലിയത്ത് വാക്കിഫ് അല്ലെ, യാഥാർത്ഥ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞു കഴിഞ്ഞു എന്ന കാര്യവും ഞാൻ എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. വേ മേരെ ജൂട്ട് കോ ജാൻ ചുക്കേതേ, അദ്ദേഹം എൻ്റെ കളവിനെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു, അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പർ പോലെ, അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ സെ മേനെ തുമേ ബടാ കിയാ ഹെ, ഇപ്രകാരമാണോ നിന്നെ ഞാൻ വലുതാക്കിയത്, ഇപ്രകാരമാണോ മേനെ ഞാൻ തുമേ നിന്നെ ബടാ കിയാ ഹെ, വലുതാക്കിയത്. ഉസ്മേ മുജ്സെ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ, അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്, എനിക്ക് വളരെ വേദനയുണ്ട് അങ്ങനെ വലുതാക്കിയത്. മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹെ, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകിയിട്ടില്ല. കോൺഫിഡന്റ്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് നൽകിയിട്ടില്ല. ഇങ്ങനെയാണോ ഞാൻ നിന്നെ വലുതാക്കിയത്, അതിലെനിക്ക് വളരെ വേദനയുണ്ട് എന്ന് എന്ത് ചെയ്തു, ആ പിതാവ് പറയുകയാണ്. അപ്പൊ എന്താ പറയുന്നത്, മുझे इस बात का कोई अंदाजा नहीं था कि, എനിക്ക് ഈ കാര്യം ഞാൻ എന്ത് ചെയ്തില്ല, ഊഹിക്കുക കൂടി ചെയ്തില്ല. പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ थे, പിതാവ് ആദ്യം തന്നെ ഗാരേജിലേക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞിരുന്നു എന്ന കാര്യവും, പിന്നെ അസലിയത്ത് സെ വാക്കിഫ് थे, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നു എന്ന കാര്യവും ഞാൻ എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. വേ മേരെ ജൂട്ട് കോ ജാൻ ചുക്കേ थे, അദ്ദേഹം എൻ്റെ കളവിനെ മനസ്സിലാക്കിയിരുന്നു, അറിഞ്ഞിരുന്നു. വേ പോലെ അദ്ദേഹം പറയാണ്, എന്ത് ജിസ് തരഹ സെ മേനെ തുമേ ബടാ കിയാ ഹെ, ഇപ്രകാരമാണോ ഞാൻ നിന്നെ വലുതാക്കിയത്. ഇസ്മേ മുജ്സെ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ, ഇതിൽ എനിക്ക് വളരെയധികം എന്തുണ്ട്, വേദനയുണ്ട്. മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹെ, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ഒരു കോൺഫിഡൻറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നഹി ദിയാ ഹെ, തന്നിട്ടില്ല
എന്നിട്ട് അദ്ദേഹം പറയുന്നു നോക്കൂ, അബ് मैं घर तक की 18 मील की दूर पैदल चलकर ही तय करूंगा. അദ്ദേഹം പറയുന്നു നോക്കൂ, അബ് ഇപ്പോ മാം ഞാന്, നീയല്ലോ ഞാന്, അഥവാ പിതാവേനാണ് ചെയ്യുന്നത്. ഇവൻ ചെയ്ത തെറ്റിന് പിതാവ് ചെയ്യുന്ന നോക്കുകയാണ്. ഞാന് ഘർ തക് കി വീട് വരെയുള്ള 18 मील की दूर 18 മൈൽ ദൂരം പൈദൽ ചൽക്കർ ഹി തൈ കരൂങ്ക, കാൽനടയായിട്ട് നടക്കും. പറ്റിച്ചില്ലേ? പിതാവാണ് നടക്കാൻ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഞാൻ നിന്നെ എന്ത് ചെയ്തു, സത്യം പറയാനുള്ള ആത്മവിശ്വാസം നിനക്ക് നൽകിയിട്ടില്ല, അത് എന്റെ തെറ്റാ. അതുകൊണ്ട് मैं घर तक की 18 मील, ഞാൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം എന്ത് ചെയ്തു, പൈദൽ ചൽക്കർ, പൈദൽ ചലന എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് നടക്കട്ടാ, കാൽനടയായിട്ട് തൈ കരൂങ്ക, ഞാൻ എന്ത് ചെയ്യും, യാത്ര ചെയ്യും, ഞാൻ നടന്നാണ്ട് പോകും. നോക്കൂ, യഹ് കഹത്തെ ഹുയെ सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज्यादातर रास्ता कच्चा था. सड़कें सुनसान थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. എന്താ പറയുന്നത്, यह कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधारा हो चुका था और ज्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. എന്താ ചെയ്യുന്നത്, യഹ് കഹത്തെ ഹുയെ, ഇത് പറഞ്ഞിട്ട്, അഥവാ ഞാൻ വീട് വരെ 18 മൈൽ ദൂരം എന്ത് ചെയ്യും, സഞ്ചരിക്കുമെന്ന്, കാൽനടയായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്, ഇത് പറഞ്ഞിട്ട് സൂട്ട് ബൂട്ട് പഹനെ, സൂട്ടും ബൂട്ടും അണിഞ്ഞിട്ട് പിതാവ് ചലന ശുരു കിയ, നടക്കാൻ ആരംഭിച്ചു. 18 മൈൽ ദൂരട്ടോ, ഏകദേശം എത്ര കിലോമീറ്റർ നോക്കണം. അപ്പൊ എന്തേ, സൂട്ട് ബൂട്ട് ധരിച്ചിട്ട് എന്ത് ചെയ്യും, നടക്കാൻ അങ്ങ് ആരംഭിച്ചു. അന്തേരാ ഹോ ചുക്കേതെ, ഇരുട്ടായി കഴിഞ്ഞിരുന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ജ്യാദാദർ രാസ്ത കച്ചാദ, അധിക വഴിയും, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, വേ ട്ടോ, അധിക വഴിയും എന്തായിരുന്നു, കച്ചാദ, മൺപാതയായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ മൺപാതയായിരുന്നു. അപ്പൊ വഴി അധികവും എന്താണ്, മൺപാതയാണ്. സടക്ക് സുൻസാന്തി, ആ റോഡ് തന്നെ സുൻസാനായിരുന്നു. എന്താ സുൻസാൻ, ശൂന്യമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. റോഡ് വിജനമായിരുന്നു, സുൻസാൻ വിജനമായിരുന്നു. വഹാം കോയി രോഷ്നി ബി നഹീദി, അവിടെ ഒരു രോഷ്നി കൂടി ഉണ്ടായിരുന്നു. എന്താ രോഷ്നി, ലൈറ്റിലെ ആ പ്രകാശം പോലും, ഒരു ലാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. മേം പിതാജിക്കോ അകേല നഹി ചോട് സക്താത, എനിക്ക് പിതാവിനെ അകേല ഒറ്റക്ക് വിടാൻ എന്ത് ചെയ്തിരുന്നില്ല, കഴിഞ്ഞിരുന്നില്ല. ഒറ്റക്ക് അങ്ങോട്ട് വിടാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ എന്താ പറയുന്നത്, ഇതും പറഞ്ഞുകൊണ്ട് പിതാവ് സൂട്ടുപൂട്ട് പഹനെ, പിതാവ് എന്ത് ചെയ്തു, ചലന ശുരുക്കിയ, നടക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ജാദാദർ രാസ്ത കച്ചാദ, അധിക വഴിയും എന്തായിരുന്നു, വേയും എന്തായിരുന്നു, പിന്നെ മൺപാതയായിരുന്നു. സടക്ക് സുൻസാദി, ആ റോഡ് വിജനമായിരുന്നു. അതിൽ വഹാം കോയി രോഷ്നി ഭി നഹീദി, അവിടെ ഒരു രോഷ്നി കൂടി ഉണ്ടായിരുന്നില്ല. അഥവാ ആ രോഷ്നി എന്ന് പറഞ്ഞാൽ എന്താ, പ്രകാശം പോലും ഉണ്ടായിരുന്നില്ല. मैं पिताजी को अकेला नहीं छोड़ सकता था, എനിക്ക് പിതാവിനെ ഒറ്റക്ക് അങ്ങോട്ട് വിടാനും, അകേല എന്ന് പറഞ്ഞാൽ എലോൺ, ഒറ്റക്ക് വിടാനും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഇസിലിയെ 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूंगा. എന്താ പറയുന്നു നോക്കൂ, ഇസിലിയെ 5:30 घंटे तक, അതുകൊണ്ട് ഞാൻ 5.5 മണിക്കൂറോളം, 5.5 എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂർ, ഘണ്ട എന്ന് പറഞ്ഞാൽ മണിക്കൂർ, അവർ എന്നാണ് അർത്ഥം. 5.5 മണിക്കൂറോളം എന്ത് ചെയ്തു, मैं उनके पीछे पीछे, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ ധീമി ഗതിസെ, സ്ലോവിലി, ധീമി ഗതി എന്ന് പറഞ്ഞാൽ സ്ലോവിലി എന്ത് ചെയ്തു, കാർ ചലാത്താരഹ, കാറ് ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഫസ്റ്റും സെക്കൻഡും കാർ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു.
മേരെ झूठ पर पिताजी को പ്രായശ്ചിത്ത करते हुए देखता रहा. എന്റെ ആ കളവിൽ പിതാവ് ചെയ്യുന്ന ആ പ്രായശ്ചിത്തം എന്ത് ചെയ്തു? കണ്ടുകൊണ്ടേയിരുന്നു. ഞാനാണ് തെറ്റുകാരൻ, പക്ഷെ പിതാവാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നത്. ആ പ്രായശ്ചിത്തം ഞാൻ എന്ത് ചെയ്തു? കണ്ടുകൊണ്ടേയിരുന്നു. ഉസ് ദിൻ मैंने जीवन का ये एक अहम निर्णय लिया. ആ ദിവസം ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അഹം നിർണയ ലിയ, ഒരു ശക്തമായ സ്ട്രോങ് ആയ ഒരു തീരുമാനമെടുത്തു. ഒരു സ്ട്രോങ് ആയ തീരുമാനമെടുത്തു. മേ കഭി ഭി झूठ नहीं बोलूंगा. ഞാൻ ഒരിക്കലും ഇനി കളവ് പറയില്ല എന്നൊരു തീരുമാനമെടുത്തു. ഉറച്ച തീരുമാനം. അഹം എന്ന് പറഞ്ഞ ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. എന്ത്? ഞാൻ ഇനി കളവ് പറയില്ല. അപ്പൊ എന്താ പറയുന്നത്? ഇസിലിയെ അഥവാ ഒറ്റക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 5.5 ഘണ്ടത്തേക്ക് 5.5 മണിക്കൂർ വരെ എന്ത് ചെയ്തു? മേ ഉൻകെ പീച്ചെ, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നില് ധീമി ഗദീസെ സ്ലോവിലി കാർ ചലാത്ത രഹ, എന്ത്? കാർ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ മേരെ झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. ഞാൻ ചെയ്ത തെറ്റിൽ, ഞാൻ ചെയ്ത കളവിൽ അല്ലെ, ഞാൻ പറഞ്ഞ ആ കളവില് പിതാവ് ചെയ്യുന്ന ആ പ്രായശ്ചിത്തം എന്ത് ചെയ്തു? കണ്ടുകൊണ്ടേയിരുന്നു. ഉസ് ദിൻ मैंने जीवन का एक अहम निर्णय लिया. ആ ദിവസം ഞാൻ എന്ത് ചെയ്തു? ജീവിതത്തിൽ ഒരു ഉറച്ച, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്, തീരുമാനമെടുക്കുകയാണ്. എന്താണ് ആ ഡിസിഷൻ? मैं कभी भी झूठ नहीं बोलूंगा. ഇനി ഞാൻ ഒരിക്കലും കളവ് പറയില്ലെന്ന്. मैं अक्सर इस घटना के बारे में सोचता हूं. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. എന്താ പറയുന്നു നോക്കൂ. मैं अक्सर इस घटना के बारे में सोचता हूं. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. എന്താ പറയുന്നത്? മേ അക്സർ, ഞാൻ എല്ലായ്പ്പോഴും, ഈസ് ഘടന കെ ബാരമേ, ഈ സംഭവത്തെ കുറിച്ച് സോച്ചിത്താഹും, ചിന്തിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കാറുണ്ട്. അഥവാ ഞാൻ എല്ലായ്പ്പോഴും ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് അരുൺ ഗാന്ധി പറയുന്നത്. അഗർ പിതാജീനെ, എന്നാൽ പിതാവ്, മുജെ അന്യപാലകോം കീ തരഹ്, എന്നെ മറ്റു പാലകരെ പോലെ, സസാദി ഹോത്തി തോ, എനിക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ, മറ്റു ആളുകളെ പോലെ എനിക്ക് എന്ത് ചെയ്യാണ്? ശിക്ഷ നൽകുകയാണെങ്കിൽ, ക്യാ മേനെ കോയി സബക്ക് സിക്കാ ഹോത്ത, ഞാൻ എന്തെങ്കിലും അതിനൊരു പാഠം പഠിക്കുമായിരുന്നു. അതാ പറയുന്നത് മേം അക്സർ ഇസ് ഘടനക്കെ ബാരമേ സോച്ചാവും, ഞാൻ എല്ലായ്പ്പോഴും ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അഗർ പിതാജീനെ, എന്നാ പിതാവ്, മുജെ അന്യപാൽക്കോം കീത്തരെ, മറ്റുള്ളവരെ പോലെ, സദാദി ഹോത്തി തോ, എനിക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ അല്ലെ. നമുക്ക് പിന്നെ എന്ത്, നമ്മൾ തെറ്റ് ഇതേപോലെ കളവ് പറഞ്ഞാൽ നമുക്ക് അടി കിട്ടൂലേ. ഇങ്ങനെ അടി കിട്ടുകയാണെങ്കിൽ മേനെ കോയി സബക്ക് സിക്കാ ഹോത്ത, ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുമായിരുന്നു. ഷായദ് നഹി, ഒരു പക്ഷേ ഇല്ല. ഷായദ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല. സസാ രഹ്നേക്കെ ബാദ് ബി, ശിക്ഷ കിട്ടിയതിന് ശേഷവും മേ ഷായദ്, ഞാൻ ഒരു പക്ഷെ ജൂട്ട് ബോൽനേക്ക് അപ്പിനി ആദത്ത്, കളവ് പറയാനുള്ള തൻ്റെ ആ ശീലം, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം എന്ത് ചെയ്യും? നഹി ബദൽത്തി ഹോത്തി, മാറ്റില്ലായിരുന്നു. ബദൽന എന്ന് പറഞ്ഞാൽ മാറ്റുക, നഹി ബദൽത്തി ഹോത്തി എന്ന് പറഞ്ഞാൽ മാറ്റില്ലായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എല്ലായ്പ്പോഴും ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പിതാവ് മറ്റു ആളുകളെ പോലെ എന്നെ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ, അല്ലേ, മറ്റുള്ളവരെ പോലെ എന്നെ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യില്ല, ആ ശിക്ഷ കിട്ടിയതിന് ശേഷവും ആ ജൂട്ട് ബോൾനേക്ക് അപ്പിനി ആദത്തിനെ ഹി ബദൽത്തി ഹോത്തി, ആ കളവ് പറയാനുള്ള തൻ്റെ ശീലം ഒരിക്കലും മാറ്റില്ലായിരുന്നു. പരന്തു, എന്നാൽ इस अहिंसक घटना मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे यह घटना कल ही घटी हो. अहिंसा की यही शक्ति है. परंतु എന്നാൽ ഇസ് അഹിംസക ഘടന, ഈ അഹിംസകമായ
അഥവാ അഹിംസക എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കാതെയുള്ള ഈ സംഭവം അല്ലെ, എനിക്ക് അടിയൊന്നും കിട്ടിയില്ലല്ലോ. അച്ഛനാണ് എന്ത് ചെയ്തത്, നടന്നത് അല്ലെ. ആ സംഭവം മേരെ ഊപ്പർ ബഹുത്ത് ഗഹര അസർ ഹുവ, എൻ്റെ മുകളിൽ ആഴത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തി. ഗഹര അസർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫ്ലുവൻസ് അല്ലെ, ഒരു സ്വാധീനം എന്ത് ചെയ്തു, ചെലുത്തി. മുജെ ലഗ്താ ഹെ, എനിക്ക് തോന്നുന്നു, ഇപ്പോഴും തോന്നുന്നു, ജയ്സെ എപ്രകാരം എന്ന യഹ് ഘടന കൽ ഹി ഘടി ഹോ, ഈ സംഭവം ഇന്നലെ നടന്ന പോലെ എനിക്ക് തോന്നുന്നത്. കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നലെ, നാളെ എന്ന് അർത്ഥമുണ്ട്. യെസ്റ്റർഡേ, ടുമോറോ എന്ന അർത്ഥങ്ങൾ ഉണ്ട് കല്ലിന് കേട്ടോ. അപ്പോ ഇന്നലെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു. അഹിംസക്ക് യഹി ശക്തി ഹെ, അഹിംസക്ക് ഈ ശക്തിയുണ്ട്, അഥവാ വേദനിപ്പിക്കാതെയുള്ളതാണ് അഹിംസ, അതിന് ഈ ശക്തിയുണ്ട് അരുൺ ഗാന്ധി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറിലേക്കും മറ്റും കയറാം. അതിനു മുമ്പേ ഇവിടെ സഹി മിലാൻ എന്നൊരു ഭാഗമുണ്ട്, കണ്ടോ? സഹി മിലാൻ, മാച്ച് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് സഹി മിലാന് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? നോക്കൂ, വർഷിന് ഇതിൽ പറയുന്ന ഒരു വേർഡുണ്ട്, വർഷ്. എന്താണ് വർഷ്? വർഷ് എന്ന് പറഞ്ഞാല് മഴ എന്ന അർത്ഥമാണ് അല്ലെ. ഇതിലേതാ, ബറസ്. ഏതാണ് പറയാ, ബറസ്. അപ്പോൾ മാച്ച് ചെയ്യുന്നത് വർഷ്, ബറസ്. ഇതിൽ മാച്ച് ചെയ്താൽ പോലെ നോട്ട് ബുക്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം എന്നും കൂടി അറിയിക്കുകയാണ്. നെക്സ്റ്റ്, അത് ബറസ്. നെക്സ്റ്റ് നോക്കൂ, സുദൂർ എന്ന് പറഞ്ഞാൽ ഏതാ, വിദൂരത്തുള്ള അല്ലെ. അപ്പൊ ഏതാണ്, ദൂർധരാജ്. സുദൂറിന്റെ സമാനാർത്ഥി കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. വർഷിന്റെ സമാനാർത്ഥിയാണ് ബറസ്, സുദൂറിന്റെ സമാനാർത്ഥിയാണ് എന്ത്, ദൂർധരാജ്. അടുത്തതോ അവസരം, മൗക്ക അല്ലെ, അവസരം, ചാൻസ്, മൗക്ക. നെക്സ്റ്റ് പ്രദേശ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രദേശം, ഇലാക്ക. ഏതാണ്, ഇലാക്ക. പ്രദേശം എന്നുള്ളതിന് ഇലാക്ക. നെക്സ്റ്റ് പ്രതീക്ഷ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്, ഇന്തിസാർ. ഇന്തിസാർ. ഡൂണ്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്നതിനെ പറയുക. തലാഷ്, ഡൂണ്ടിന്റെ എന്താണ്, തലാഷ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ ഒരു കോളം വരച്ച് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. വർഷ്, ബറസ്. അതുപോലെ തന്നെ പിന്നെ അവസർ, മൗക്ക. നെക്സ്റ്റ് എന്താണ്, സുദൂർ, ദൂർദരാജ്. നെക്സ്റ്റ് ഇലാക്ക, പ്രദേശ് അല്ലെങ്കിൽ പ്രദേശ്, ഇലാക്ക. നേരെ ഇങ്ങോട്ട് എഴുതാം, നോ പ്രോബ്ലം. പ്രദേശ്, ഇലാക്ക, പ്രദേശ്. നെക്സ്റ്റ് ഡൂണ്ട്, തലാഷ്. നെക്സ്റ്റ് ഏതാണ്, പ്രതീക്ഷ, ഇന്തസാർ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് ഇതെന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ നിങ്ങൾ കണ്ടിരിക്കും, വഹ് ജൂട്ട് പോലെ അല്ലേ, കാർ തയ്യാർ നഹി ഥി ഇസ്ലിയെ ദേർ ഹോ ഗയ്. അവൻ കളവ് പറഞ്ഞത് കാറ് തയ്യാറായിരുന്നില്ല, അതുകൊണ്ട് നേരം വൈകിയത്. ഇസ് തരഹ് ജൂട്ട് ബോൽനേക്ക് ക്യാ സഹി ഹെ, ഇപ്രകാരം കളവ് പറയുന്നത് ശരിയാണോ? ക്യോ, എന്തുകൊണ്ട് കളവ് പറയുന്നത് ശരിയാണോ മക്കളെ? അല്ല അല്ലേ. എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ജൂട്ട് ബോൽന കഭി ഭി സഹി നഹി ഹെ, കളവ് പറയല് ഒരിക്കലും ശരിയല്ല. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ യഹ് ബുരി ആദത്ത് ഹെ, ഇത് ചീത്തയായ ഒരു ശീലമാണ് കളവ് പറയുക എന്നുള്ളത്. ജൂട്ട് ബോൽനെ സെ തൽക്കാൽ ഫായദ ഹോ സക്താ ഹെ, കളവ് പറഞ്ഞത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ലാഭം ലഭിക്കും, അപ്പോഴുള്ള വിജയം കിട്ടും. പക്ഷേ ലേക്കിൻ, എന്നാൽ ഇസ്സെ ഭവിഷ്യ മേ നുക്സാൻ ഹി ഹോഗ, അതുകൊണ്ട് ഭാവിയിൽ എന്തായും
നുക്സാൻ ഉണ്ടാവും. അഥവാ നുക്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടമുണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതി വെക്കുക. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാൻ എന്ത് ചെയ്യും? കാൽനടയായിട്ട് യാത്ര ചെയ്യും. മണിലാൽ ഗാന്ധിക്ക് ഈസ് നിർണയസെ ആപ്പ് സഹമത് ഹെ. മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ക്യോം, എന്തുകൊണ്ട്? മണിലാൽ ഗാന്ധി ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? 18 മൈൽ വരെ ഞാൻ എന്ത് ചെയ്യും? കാൽനടയായിട്ട് സഞ്ചരിക്കുമെന്ന്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ എന്തുകൊണ്ട്? ഉത്തരം, മണിലാൽ ഗാന്ധി കാ യഹ് നിർണയ് ബിൽകുൽ സഹി ഹെ. മണിലാൽ ഗാന്ധിയുടെ ഈ നിർണയം തികച്ചും ശരിയാണ്. നമ്മളെ മണിലാൽ ഗാന്ധി ആരാ? അരുൺ ഗാന്ധിയുടെ പിതാവാണ് കേട്ടോ. അപ്പോൾ മണിലാൽ ഗാന്ധിയുടെ, അഥവാ നമ്മുടെ ഗാന്ധിജിന്റെ മകനാണ്. മണിലാൽ ഗാന്ധിയുടെ ഈ നിർണയം തികച്ചും എന്താണ്? ശരിയാണ്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ബേട്ടയ്ക്ക് ഗൽത്തിക്ക കാരൻ വേ അപ്പിനേക്കോ മാറ്റേ ഹെ. കുട്ടി തെറ്റ് ചെയ്യാനുള്ള കാരണം തൻ്റെ കാരണം കൊണ്ടാണെന്ന് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു അദ്ദേഹം. താൻ കാരണമാണ് കുട്ടി ഈ തെറ്റിന് കാരണക്കാരനായത് എന്ന്. ഇസ്കേ തോര, അത് മുഖേന ഉനോനെ അപ്പിനെ ബേട്ടേക്കോ അപ്പിനി ഗൽത്തി പർ. ആ നടത്തം മുഖേന എന്ത് ചെയ്യുന്നു? തൻ്റെ മകൻക്ക് അപ്പിനി ഗൽത്തി പർ, തൻ്റെ തെറ്റിൽ സോച്ച് വിചാർ കർണേക്ക മൗക്ക ദിയ. ഒരു സോച്ച് വിചാർ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് അതിലൂടെ അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ഇനിയും പാഠഭാഗത്തിൽ വർക്കുകളുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അർത്ഥഭേദ സംശയ, അർത്ഥഭേദം അഥവാ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ. ടർബൻ സെ 18 മീൽ ദൂർ ഏക്ക് ആശ്രമ മേ രഹതാ ഹെ. ടർബനിൽ 18 മൈൽ ദൂരത്തുള്ള ഒരു ആശ്രമത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പിന്നെ ടർബൻ സെ 18 മീൽ ദൂർ കെ ഏക്ക് ആശ്രമ രഹതാ എന്ന് പറഞ്ഞാലോ വസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ആ ടെൻസ് വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മേരി ദോ ബഹിനെ, ഞാനും എൻ്റെ സഹോദരന്മാരും രണ്ടും എന്ത് ചെയ്യുന്നു? ഷഹർ ജാനേക്ക ഇന്തിസാർ മേ രഹത്തെ ഹെ. പട്ടണത്തിൽ പോകാൻ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു എന്നും. അടുത്ത് പ്രതീക്ഷിച്ചിരുന്നു എന്നുമാണ്. അഥവാ 2 ടെൻസും വ്യത്യാസമുണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസും ഒന്ന് പാസ്റ്റ് ടെൻസും. പിന്നെ വഹാം ദൂർ ഏക്ക് ഗന്നെ ഗേത്ത് ഹെ. അവിടെ വളരെ ദൂരത്ത് ഗന്നകളുടെ വയലുണ്ട്, പിന്നെ വയലുണ്ടായിരുന്നു എന്നാണ്. അപ്പം രണ്ടും ഒന്ന് പ്രസൻറ്റും ഒന്ന് പാസ്റ്റുമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഒരു ചോദ്യമുണ്ട് ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ഒരു ഭാഗത്ത് 33-ാം പേജിൽ പത്ര ലിഖേൻ, ലെറ്റർ തയ്യാറാക്കുക. അപ്പോൾ ഈ ചോദ്യം എല്ലാവരും എഴുതിയതിൻ്റെ ശേഷം പിന്നെ അത് എന്താണ് സംസ്മരൺ കേസിലക, ആ സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എങ്ങനെ തോന്നി, ഈ ഓർമ്മക്കുറിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് പുത്രിക്ക് ഗൽത്തി പർ പിതാനെ അപ്പിനെ ആപ്കോ സസാദി, പുത്രന്റെ ആ തെറ്റിൽ പിതാവ് സ്വയം എന്ത് ചെയ്തു? ശിക്ഷ നൽകി. ഈസ് ദർദ് എഹ്സാസ് അരുൺ ഗാന്ധി നിർണയിലിയ. ഈ ടൈം അരുൺ ഗാന്ധി ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. നമുക്കറിയാം എന്താണ് തീരുമാനം? മേ കബീ ബി ജൂട്ട് നഹി ബോലൂങ്ക, ഞാൻ ഒരിക്കലും ഇനി എന്ത് ചെയ്യില്ല, കളവ് പറയില്ല. അപ്പിനെ ദർദ് വഹ് ദോസ്ത് സെ ബാണ്ടിന ബിന നഹി രഹ സക. തൻ്റെ ആ വേദന സുഹൃത്തിനോട് പങ്കുവെക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മിത്രത്തിന് ഒരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ തയ്യാറാക്കാനാണ് 33-ാം പേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. ആ ലെറ്റർ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, ഗോഡ് ബ്ലസ് യു, ബൈ. അതിലുള്ള ലെറ്റർ നമുക്കൊന്ന് നോക്കാം. പ്ലേസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിയമിത്ര നമസ്കാരം, കൈസേ ഹോ, സുഖം തന്നെ എന്നെ. സോച്ച്താഹും കുശൽ സേ ഹോ, ചിന്തിക്കുന്നു സുഖം തന്നെയാണെന്ന്. ഹം യഹാൻ ടർബൻ മേ ഖുഷി സേ ജി രഹേ ഹെ. ഞങ്ങൾ ഇവിടെ ടർബനിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പിനെ ജീവൻ കെ ഏക് വിശിഷ്ട ബാത്ത് ബതാനെ കെ ലിയെ, തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത നിറഞ്ഞ കാര്യം പറയുന്നതിന് വേണ്ടി മേ യഹ് ചിട്ടി ലിഖ് രഹാ ഹൂം, ഞാൻ ഈ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. കൽ പിതാജി കോ മേരി ഗൽത്തി പർ പ്രായശ്ചിത് കർണ പട.
ഇന്നലെ പിതാവിനെ എൻ്റെ തെറ്റിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. ഹുവ യഹ് ഉണ്ടായി ഇത്. എന്താണ് ഉണ്ടായത്? പിതാജി കോ ഷഹർ മേ കൽ ഏക് മീറ്റിംഗ് ദി. പിതാജിക്ക് ഇന്നലെ പട്ടണത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉനെ മേനെ കാർ സെ ഷഹർ ചോട. അദ്ദേഹത്തെ ഞാൻ കാറിൽ ഷഹറിൽ കൊണ്ട് വിട്ടു, അഥവാ പട്ടണത്തിൽ കൊണ്ടേ വിട്ടു. ഷാം 5 ബജെ, വൈകുന്നേരം 5 മണിക്ക്. ഉനെ ലേനെ ജാനാദ, അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വരേണ്ടിയിരുന്നു. ലേക്കിൻ ബേൻ ജോൺ കാ സിനിമ ദേക്കർ, ബേൻ ജോണിൻ്റെ ഫിലിം കണ്ടിട്ട് മേ സമയ ഭൂൽ ഗയ, ഞാൻ സമയം മറന്നു. ദേരിക്കെ കാരൻ പൂച്ചിനെ പർ, നേരം വഴുകിയ കാരണം ചോദിച്ചപ്പോൾ झूठ बोला, കളവ് പറഞ്ഞു. കാർ ടീക്ക് കർക്കെ ഗാരേജ് സെ നഹി മില, കാർ ശരിയാക്കി ഗാരേജിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. ലേക്കിൻ എന്നാൽ പിതാജി ബാത്ത് പഹ്ലെ സെ സമജ് ഗയത്, എന്നാൽ പിതാവ് ഈ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. പിതാജിനെ മേരെ झूठ को अपनी गलती माना, പിതാവ് തൻ്റെ ആ കളവിനെ തൻ്റെ തെറ്റായിട്ടാണ് കണക്കാക്കിയത്. പ്രായശ്ചിത്ത് കർത്തെ ഹുയെ ഘർ തക്ക് കാ രാസ്ത പൈദൽ ചലെ, അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് വീട് വരെയുള്ള വഴി കാൽനടയായിട്ട് നടന്നു. യഹ് ദേഖ് കർ മുझे बहुत दुख हुआ, ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. मैं यह किया हूँ, मैं कभी नहीं झूठ बोलूँगा, ഞാൻ ഇതുറപ്പിച്ചു ഇനി ഒരിക്കലും കളവ് പറയില്ലെന്ന്. അഗർ പിതാജി മുझे कोई सज़ा दी होती तो, എന്നാൽ പിതാവ് എനിക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ मैं ऐसा कोई निर्णय नहीं लेता, ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തില്ലായിരുന്നു. मैं यह घटना कभी नहीं भूलूँगा, എനിക്ക് ഈ സംഭവം മറക്കാൻ കഴിയില്ല. उसकी याद ज़िंदगी में मुझे सही रास्ते पर ज़रूर ले जाएगी, അതിൻ്റെ ഓർമ്മകൾ എന്നെ ജീവിതത്തിൽ ശരിയായ വഴിയിലെ എത്തിക്കുമെന്നുള്ളത് തീർച്ച. अपना दोस्त अरुण गांधी।